ഈ അബൂബക്കർ ഷിബിലി തങ്ങൾ വഫാത്തായപ്പോൾ അള്ളാഹു ചോദിച്ചല്ലോ, എല്ലാം നിങ്ങൾക്ക് തരുന്നുണ്ട്, എല്ലാ ഓഫറും, എന്താ കാരണം എന്നൊന്ന് പറയാമോ? പ്രതീക്ഷയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഒരുപാട് യാത്ര ചെയ്ത് ഇൽമ നേടിയത്, നിസ്കരിച്ചത്, അങ്ങനെ അതൊന്നുമല്ല. ബഗ്ദാദിൻ്റെ ടൗണിലൂടെ നടന്നു പോകുമ്പോൾ മരം കോച്ചുന്ന തണുപ്പിൽ ഒരു പൂച്ചക്കുഞ്ഞിങ്ങനെ വിറക്കുന്നുണ്ട്, തണുപ്പുണ്ട്. ആ പൂച്ചനെടുത്തിട്ട് തീക്കാച്ചെന്ന സ്ഥലത്ത് കൊണ്ടുവച്ചു. അതിൻ്റെ തണുപ്പകറ്റി. ഫബിത്തിൽക്കർ റഹ്മ, ആ കാരുണ്യ പ്രവർത്തനം കൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് ഈ ഓഫർ തരുന്നത്. ഗസാലിമ വഫാത്തായപ്പോൾ എന്തുണ്ട് കഥ എന്ന് വെച്ചപ്പോൾ, കിതാബ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പേനൻ്റെ നിബിലുള്ള മഷി കുടിക്കാൻ വേണ്ടി വന്ന ഈച്ചക്ക് പേന അവിടെ നിർത്തി, ഹോൾഡ് ചെയ്തു, എഴുത്ത് നിർത്തി. ആ ഈച്ച മഷി കുടിച്ചല്ലോ. ഫബിത്തിൽക്കർ റഹ്മ, മഹാന്മാരൊക്കെ കഴിച്ചിലാവുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഈച്ചയും പൂച്ചയൊക്കെ തന്നെ. ഈ പക്ഷികൾ, ഈ പൂച്ച, ഈച്ചയൊക്കെ തന്നെയാണ്. അപ്പോൾ അവരെ പരിഗണിക്കാനുള്ള ഒരു ആലോചന ഈ വേനൽക്കാലത്ത് ഉണ്ടാവുകയാണെങ്കിൽ അതൊരു വലിയ സാധ്യതയായിട്ട് നമുക്ക് മുന്നോട്ട് പോകും. നമ്മുടെ തണ്ണീർക്കൊമ്പിൾ അതിൻ്റെ ഭാഗമാണ്. ആ ഒരു പദ്ധതിയൊക്കെ അതിൻ്റെ ഭാഗമാണ് തണ്ണീർക്കൊമ്പിൾ. എല്ലാ വീട്ടിലും അതൊക്കെ സ്ഥാപിക്കുമ്പോൾ ആ ഒരു അതിനോടുള്ളൊരു ഒരു ഒരു താതാത്മ്യപ്പെടൽ ഉണ്ടാവുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ പദ്ധതി ചെറിയ മക്കൾക്ക് കൂടിയാണല്ലോ, മക്കൾ കൂടിയാണ്, ആ ഒരു സംസ്കാരം പകരലുകൂടിയാണ്. അതെ അതെ, കുഞ്ഞിളം പ്രായത്തിൽ തന്നെ ഷെയർ ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കണം എന്ന് ഗസാലിമാൻ പറയുന്നുണ്ട്. ഈയിൽ കുഞ്ഞിളം പ്രായത്തിൽ തന്നെ ഷെയർ ചെയ്യാൻ പഠിപ്പിക്കണം. അല്ലാതെ ചോക്ലേറ്റ് ഒന്നേ വാങ്ങിയിട്ടുള്ളൂ, നിനക്കിപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ നിന്ന് തന്നാൽ എല്ലാവർക്കും കൊടുക്കേണ്ടി വരും, അതുകൊണ്ട് റൂമിൽ നിന്ന് തരാമെന്നല്ല, അതല്ല, ഒരിക്കലും അല്ല. ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് മനുഷ്യരെ മാത്രമല്ല മനുഷ്യേതര ജീവികളെയും പിന്നെ പരിഗണിക്കണം എന്ന് പഠിപ്പിക്കൽ കൂടിയാണ് സ്മൈലിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന തണ്ണീർക്കൊമ്പിൾ. നമ്മുടെ വീടുകളിലൊക്കെ അത്തരത്തിലുള്ള ആലോചനകളും പ്രവർത്തനങ്ങളും ഉണ്ടാകുന്നതിന് ഇത് ഒരു പ്രേരകമാവട്ടെ എന്ന് പറയാം.